മാസങ്ങളായി മുത്തച്ഛന് തീരെ സുഖമില്ല. ഒന്നിനും വയ്യ, ഭക്ഷണവും വേണ്ട. വീട്ടിലുള്ളവരാരും കാര്യമായി മുത്തച്ഛനെ ശുശ്രൂഷിക്കുന്നത് പോട്ടെ ശ്രദ്ധിക്കാറു പോലുമില്ല. അടുത്ത വീട്ടുകാർ പലരും വന്നും പോയും ഇരുന്നു. വല്ലപ്പോഴും ദൂരെയുള്ള വല്ല ബന്ധുക്കളിൽ ആരെങ്കിലും വന്നാലായി. ആരോടും ഒരു പരാതിയും പറയാതെ മുത്തച്ഛൻ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോഴാണ് വളരെ ദൂരെ താമസമാക്കിയ ഒരകന്ന ബന്ധു മറ്റെന്തോ ആവശ്യത്തിന് ആ ഗ്രാമത്തിൽ വന്നത്. അവിടെ നിന്ന് മുത്തച്ഛന്റെ സ്ഥിതി മനസ്സിലാക്കി ഒന്ന് കാണാൻ അദ്ദേഹം മുത്തച്ഛന്റെ അടുത്തെത്തി. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ആദ്യമായി മുത്തച്ഛനെ നോക്കാൻ ഒരു ഡോക്ടർ എത്തി. വിശദമായി പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ എന്തെല്ലാമാണ് വിഷമങ്ങൾ തോന്നുന്നത് എന്ന് ചോദിച്ചു. ശരീരമാസകലം വേദനയാണ്. നടക്കാൻ ഒട്ടും കഴിയുന്നില്ല. വെറുതെ ഇരിക്കുമ്പോഴും കിതയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ശരീരമാകെ വിയർക്കുന്നു എന്നിങ്ങനെ മുത്തച്ഛൻ തന്റെ വിഷമങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞു. ഡോക്ടർ എല്ലാം കേട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. രാത്രി നേരിയ പനിയുണ്ടായിട്ടുണ്ടാവാം. നല്ല കുരുമുളകിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ബാക്കി നാളെ വന്ന് നോക്കാം എന്ന് പറഞ്ഞു പോയി. പിറ്റേന്ന് മുത്തശ്ശന് വയറിനായി അസുഖം. 2 or 3 തവണ ഛർദ്ദിക്കുകയും ചെയ്തു. കഠിനമായ വയറുവേദനയും ഉണ്ടായിരുന്നു. ഡോക്ടർ 2ാമത്തെ ദിവസം വന്നപ്പോൾ മുത്തച്ഛൻ ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. നല്ല ലക്ഷണമാണത്. വയറിലെ മാലിന്യങ്ങളെല്ലാം പുറത്തു പോട്ടെ. ആശ്വാസത്തിന് മലർവെന്ത വെള്ളം കുടിക്കണം. 2-3 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഡോക്ടർ വന്നത്. മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ ഡോക്ടറെ. മേലാസകലം തരിക്കുന്നു. കൈവിരലുകൾ കാൽവിരലുകളും കോച്ചി വലിക്കുന്നു. ശ്വാസം ശരിയായി കിട്ടുന്നില്ല. ഡോക്ടർ ഇതെല്ലാം കേട്ട്, ഹോ, വല്ലാത്ത കാലാവസ്ഥ. അതിൻ്റെതാണിതൊക്കെ. ഏതായാലും നന്നായി പുതച്ച് സുഖമായി ഉറങ്ങൂ. തുടർന്നുള്ള ദിവസങ്ങളിലും മുത്തശ്ശന് പല പല പ്രയാസങ്ങളും ഉണ്ടായി. അടുത്തുള്ള ഒരാൾ വന്ന് ഡോക്ടറുടെ ചികിത്സയിൽ എന്തുണ്ട് മാറ്റം എന്നന്വേഷിച്ചു. ഹോ, ഒന്നും സാരമില്ല. എന്റെ എല്ലാ വിഷമങ്ങളും വളരെ നല്ലതു മാത്രമെന്നാണ് പറഞ്ഞത്. ലക്ഷണങ്ങളെല്ലാം ഉത്തമവുമാണത്രേ. എന്താണ് നല്ല കാര്യമെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞതുമില്ല. എന്നാൽ ആ കാര്യം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ആ ബന്ധുവിനെ നോക്കി അർത്ഥം നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. ബന്ധു ചോദിച്ചു, എന്താണ് മുത്തച്ഛൻ മനസ്സിലായത്? എന്താണൊരു അർത്ഥം വെച്ച ചിരി? ഈ ചിരി നല്ല ലക്ഷണമാണ്. മരണത്തിന്റെ ചിരിയാണിത്. മുത്തച്ഛൻ ഇതും പറഞ്ഞ് കണ്ണുകൾ അടച്ചു.